ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ സെലസ് വ്ളോഗർ. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലെ ശിവോഹം ശിവ ടെമ്പിളിലേക്കാണ് യാത്ര പോകുന്നത്. ബാംഗ്ലൂർ ഓൾഡ് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അങ്ങനെ നമ്മൾ ശിവോഹം ശിവക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ വളരെ കൗതുകമുണർത്തുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഗുഹയിലേക്ക് കയറുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. വോൾ ഹാങ്ങിങ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് നടന്നു കഴിയുമ്പം നമ്മളൊരു കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേരും. ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ. ടെമ്പിളിൽ പ്രവേശിക്കുന്നതിനായിട്ട് പാസ് എടുക്കണം. ഫുഡ് വെയർ നമ്മളവിടെ ഏൽപ്പിച്ചിട്ട് വേണം കയറാൻ. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ശിവഭഗവാന്റെ 65 അടി ഉയരത്തിലുള്ള ഒരു പ്രതിമ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 108 കുടങ്ങൾ ഇരിക്കുന്ന കാണാം. സ്വാമിജി 108 കുടങ്ങളിലേക്കും ഇടാനായിട്ടുള്ള രുദ്രാക്ഷം തരും. അതോടൊപ്പം നമുക്കൊരു ചരടും തരും. ഓരോ കുടത്തിലും രുദ്രാക്ഷി ഇടുന്നതോടൊപ്പം ഓം നമഃ ശിവായ മന്ത്രവും കൂടെ ഓതിയാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ചരട് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷമങ്ങളൊക്കെ അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൽ ശിഖിരത്തിൽ നമ്മളത് ടൈ ചെയ്ത് ഇടുമ്പം നമ്മുടെ പ്രോബ്ലംസ് എല്ലാം അവിടെ സമർപ്പിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഗണേശ ഭഗവാന്റെ ഒരു 30 അടിയോളം ഉയരമുള്ള വിഗ്രഹം കാണാൻ സാധിക്കും. കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഗുഹയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഹരിദ്വാർ, ഋഷികേശ് പോലെയുള്ള പുണ്യസ്ഥലങ്ങളും അവിടെയുള്ള ശിവലിംഗത്തിൻ്റെ മിനിയേച്ചർ ഫോം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഋഷികേശിലേക്ക് പ്രവേശിക്കുന്നതും ഒരു തൂക്കുപാലം കാണാൻ സാധിക്കും. തൂക്കുപാലത്തിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റും.
ഇത്രയും നേരം ഗുഹയുടെ അകത്തെ കാഴ്ചകളാണ് കണ്ടത്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ओम गंगणपते नमः स्वाहा स्वाहा करके चलाइए। राम भगदा शिवाय नमः मृत्युंजयाय नमः। പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ തന്നായിരുന്നു. നീ ദീപുവിനെ കൊടുത്തു. ലക്ഷ്മിയല്ലേ തന്ന ദീപുവിൻ്റെ ഫോണ്? അമ്പലത്തിൽ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. റെസ്റ്റോറൻറ്റ് പേര് പൽക്കി എന്നായിരുന്നു കേട്ടോ. അവിടുത്തെ ഡിഷസൊക്കെ അടിപൊളിയായിരുന്നു.
ഇനി നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലെ ഇസ്കോൺ ടെമ്പിളിലേക്കാണ്. ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കായിരുന്നുകൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നുകൊണ്ട് ഓവർ ബ്രിഡ്ജ് വഴി കയറിയിട്ട് ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ ഈ വീഡിയോയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.